കുട്ടിക്കാലം മുതലേ ഉത്സവം കണ്ടു വളർന്ന എനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നാട്ടിലൊരു ഉത്സവം കൂടാൻ പറ്റിയത്. ഭദ്രകാളി ദേവീ ക്ഷേത്രം മൂങ്ങോട്ടുകുളം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറയുന്നത് ഇവിടുത്തെ തൂക്ക മഹോത്സവം. നേർച്ചക്കാർ 46 ദിവസം ഭദ്രകാളി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചാണ് വെള്ളിലേറുക. അതിനെയാണ് അമ്മത്തൂക്കമെന്ന് പറയുക. അമ്മത്തൂക്കം കഴിഞ്ഞാൽ പിന്നെയുള്ളത് പിള്ളത്തൂക്കം. 1 വയസ്സിൽ താഴെ മാത്രം പ്രായമായ കുഞ്ഞുങ്ങളെയും കൊണ്ട് നേർച്ചക്കാർ വില്ലിലേറി ദേവിയെ പ്രദക്ഷിണം വെക്കുന്നു. വളരെ വ്രതശുദ്ധിയോടുകൂടി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആചാരമാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. ഇക്കൊല്ലം ഒരു ബാൻഡിൻ്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു. എട്ടാം നാളത്തെ ഘോഷയാത്രയാണ് ഏറ്റവും ഉത്തമം. ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കാണാൻ. റോഡ് മൊത്തം ബ്ലോക്ക്, കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ തീരുമാനിച്ച് നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന്. ഞങ്ങൾ പിള്ളേരെയും കൂട്ടി നേരെ അമ്പലത്തിൽ. അപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഉത്സവ നാടെല്ലാം കറങ്ങി അമ്പലത്തിൽ തിരിച്ചെത്തുന്ന സമയമായിരുന്നു ഇത്. നോക്കിയേ, ഒരു ഈ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട് വേഷം ഇട്ടേക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പിള്ളേർ രണ്ടും നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ട്. സ്പെഷ്യലി ഇതോ വരുന്ന ആൾ വന്നിട്ട് അപ്പൂസിന് ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോഴത്തേക്കും അവള് പേടിച്ച് കെട്ടിപ്പിടിച്ചങ്ങിരിപ്പായി. പിന്നെ അവള് പറഞ്ഞു നമുക്ക് പോവാന്ന്. പിന്നെ വല്ല വിധനെ സമാധാനിപ്പിച്ചു. ഉത്സവം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ മൊത്തം വികാരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തെ ഓർമ്മകളുണ്ട് ഉത്സവങ്ങൾ. കുട്ടിക്കാലം മുതൽ ഈ ഉത്സവങ്ങൾ കണ്ടു വളർന്ന എനിക്ക് നാടകമായാലും ശരി, ബാലയായാലും നൃത്യങ്ങളെല്ലായാലും ഇതെല്ലാം ഒരു ഓർമ്മയാണ്. ഈ വരും തലമുറയ്ക്ക് ഇതെല്ലാം ഉണ്ടാകുമോ, അവർക്കിത് കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. ഒരുപാട് അമ്പലങ്ങളിൽ ഉത്സവങ്ങളില്ല, ഉത്സവകോലങ്ങളില്ല, ഈ അനുഷ്ഠാനങ്ങളില്ല. ഒരുപാട് കലാരൂപങ്ങൾ ഇന്ന് മൺമറഞ്ഞു പോയിരിക്കുന്നു. പണ്ട് കാലം മുതലേ ഈ ഉത്സവങ്ങളിലൂടെയായിരുന്നു നാം എല്ലാം ഇതെല്ലാം കണ്ടു വളർന്നത്. ഇനി വരും തലമുറയ്ക്ക് ഇതെല്ലാം കാണാനാവുമോ? എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.